KTU 2019 സ്കീമിൻ്റെ CET 201 മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1ൽ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. അതിലെ സിലബസ് ഇതാണ്. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവ്യൂ ഓഫ് സ്റ്റാറ്റിക്സ്, കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ടൈപ്സ്, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ, ഹൂക്സ് ലോ, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീൽ ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആൻഡ് വർക്കിംഗ് സ്ട്രെസ്. സോ ഇത്രയും ഇവിടം വരെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ സോളിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റിജിഡ് ബോഡീസിലും ഉണ്ട്, ഡീഫോർമേഷൻ ബോഡീസിലും ഉണ്ട്. ഇത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡി ഉണ്ട്, മെക്കാനിക്സ് ഓഫ് ഡീഫോർമേഷൻ ബോഡീസും ഉണ്ട്. സോ റിജിഡ് ബോഡി എന്ന് പറയുമ്പം അതെപ്പോഴും അതിന് ഡീഫോർമേഷൻ സംഭവിക്കില്ല. എന്ത് സംഭവിച്ചാലും അതിന് ഷേപ്പിലോ അങ്ങനത്തിലോ ഒന്നും ചേഞ്ച് വരില്ല. ഷേപ്പിലൊക്കെ ചേഞ്ച് വരികയാണെങ്കിൽ അതിന് ഡീഫോർമേഷൻ ബോഡീസ് എന്ന് പറയും. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അബൌട്ട് ഡീഫോർമേഷൻ എന്നാണ്. ഇനി കുറേ ടൈപ്സ് ഓഫ് ലോഡ്സ് ഉണ്ട്. ഒന്നാണ് നോർമൽ ലോഡ്സ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് നോർമൽ ലോഡായിരിക്കും. ഓക്കെ, പിന്നെ ഷിയർ ലോഡ് ഉണ്ട്. പാരലൽ ആണെങ്കിൽ ഷിയർ ലോഡായിരിക്കും. പിന്നെ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ടോർഷണൽ ലോഡായിരിക്കും. പിന്നെ ബെൻഡിങ്, ഇപ്പോൾ ഒരു ഇതൊരു ബീമാണ്. ഈ ബീമിൻ്റെ നടുക്കോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് ഒരു ലോഡ് വന്നാൽ അവിടെ ബെൻഡാണ് ചെയ്യുക, അപ്പോൾ ബെൻഡിങ് ലോഡ്. സോ അങ്ങനെയാണ് ലോഡ്സിനൊക്കെ ക്ലാസിഫൈ ആക്കുന്നത്. ഓക്കെ, ഇനി റിവ്യൂ ഓഫ് സ്റ്റാറ്റിക്സ്. സോ ആദ്യം ഈ MOSൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പം FXനെ 0 ആക്കുക, FY 0 ആക്കുക ആൻഡ് മൊമെൻറ്റിനെ 0 ആക്കുക. അതായത് എല്ലാത്തിനെയും നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഓരോ റിയാക്ഷൻസ് കണ്ടുപിടിക്കാനൊക്കെ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി എന്താ ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്നൊക്കെ നമ്മൾ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. സോ തന്നെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളൊരു ബോഡീനെ അതിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സിനെയും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസും ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സുമാണ് ആക്ട് ചെയ്യുന്നതെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫിഗറിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുക. അതായത് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ബോഡി വിത്ത് ഇറ്റ്സ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആൻഡ് റിയാക്ഷൻ ആക്ടിങ് ഓൺ ഇറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോഡി ആണെങ്കിൽ ഇപ്പോൾ ഇതിന് താഴോട്ട് ഒരു mg ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഫ്ലോർ ആണെങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയും. ഇനി സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഹോൾ മാസിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ അതായത് മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് മാസ് ഏരിയ ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസിൻ്റെ ഇതായിരിക്കും. അതായത് I നമുക്ക് mr² എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഏരിയ ഓഫ് മാസിൻ്റെ ഏരിയയും അതുപോലെ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് അതായത് മാസും അതുപോലെ തന്നെ ഡിസ്റ്റൻസും അല്ലേ, അപ്പോൾ നമുക്ക് kg/m² എന്ന് പറഞ്ഞൂടെ. ഇനി സെക്കൻഡ് മൊമെൻ്റ് ഓഫ് മാസ് എന്ന് പറയാൻ കാരണം ആദ്യം ഒരു പ്രാവശ്യം മാസിനെയും ഡിസ്റ്റൻസിനെയും മൾട്ടിപ്ലൈ ചെയ്തു, വീണ്ടും ഒരു ഡിസ്റ്റൻസിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് തന്നെ നമ്മൾ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. സോ ഇതൊക്കെ തന്നെയുള്ളൂ ഇതിൽ പറയാനുള്ളത്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ നമുക്ക് സ്ട്രെസ്സിൻ്റെ സിമ്പിൾ ഏതാണ്? സിഗ്മയാണ്. ആൻഡ് ഇതിനെ നമുക്ക് F/A എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. യൂണിറ്റ് പാസ്കൽ, മെഗാ പാസ്കൽ, ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ പാസ്കൽ എന്ന് പറഞ്ഞാൽ Nm/m², അല്ലെങ്കിൽ മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ Nm/mm² ആയിരിക്കും. ഓക്കെ, m² ആണെങ്കിൽ പാസ്കൽ, മെഗാ പാസ്കൽ ആണെങ്കിൽ mm² ആയിരിക്കും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സ്ട്രെസ്, കുറേ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ഉണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ പറയുന്നത്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് പുള്ള് വന്നില്ലേ, ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഒരാൾ വലിക്കുകയാണ്.
വലിക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കും? അതിൻ്റെ നീളം കൂടും, ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് ചെയ്യും? ഏരിയ നീളം കൂടുന്നതിനനുസരിച്ച് ഏരിയ കുറയും. അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കംപ്രസീവ് സ്ട്രെങ്ത്തും. നമ്മൾ പുഷാണ് കൊടുക്കുന്നത്, നമ്മളിങ്ങനെ ഉന്താണ്. അപ്പോൾ ഇങ്ങോട്ട് നല്ലോണം രണ്ട് സൈഡിൽ നിന്നും ലോഡ് കൊടുക്കുമ്പം ഏരിയ എന്താകും? ഏരിയ കൂടുകയും അതുപോലെ ലെങ്ത് കുറയുകയും ചെയ്യും. സോ ഇതാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഇനി പറയാൻ പോകുന്നത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതൊരു യൂണിറ്റ്ലെസ് കോമ്പൗണ്ട് ആണ്. നമുക്ക് ഈ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. Δl/L, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആയിരിക്കും സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇത് യൂണിറ്റ്ലെസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഒറിജിനൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. രണ്ടും ക്യാൻസൽ ചെയ്താൽ 0 അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ്ലെസ് എന്ന് പറയാൻ കാരണം. ഓക്കെ അല്ലേ? അടുത്ത് പറയാൻ പോകുന്നത് ഹൂക്സ് ലോ ആണ്. വെൻ എ മെറ്റീരിയൽ ഇസ് ലോഡഡ്. ഹൂക്സ് ലോ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ഏതൊരു വൈവാണെങ്കിലും ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവർ ആദ്യം ചോദിക്കുന്നതായിരിക്കും വാട്ട് ഇസ് ഹൂക്സ് ലോ, അല്ലെങ്കിൽ എന്താണ് ഇലാസ്റ്റിക് മോഡുലസ്. ഇതൊക്കെ തന്നെ എന്തായാലും ചോദിക്കാനുള്ളൂ. സോ ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ വെൻ എ മെറ്റീരിയൽ ഇസ് ലോഡഡ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ അതിൻ്റെ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇ എന്ന് പറയും. ആ ഇനെ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നോ അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്നോ ഒക്കെ പറയും. ആൻഡ് അതിൻ്റെ യൂണിറ്റ് ആണ് മെഗാ പാസ്കൽ അല്ലെങ്കിൽ Nm/mm². സോ എന്താണ് യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ്? എത്രയാണ്? Nm/mm². ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു എ റോഡ് ഓഫ് 150 cm long and of 2 cm dia is subjected to an axial pull of 20 kN. If modulus of elasticity of the rod is 2 × 10⁵ Nm/mm², determine stress, strain and elongation. സോ ഇവിടെ ആദ്യം തന്നെ ലെങ്ത് തന്നിട്ടുണ്ട് 150 cm, ഡയമീറ്റർ 2 cm തന്നിട്ടുണ്ട്. ആൻഡ് അവിടെ തന്നിട്ടുണ്ട് ഫോഴ്സ് 20 kN ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഇ എത്ര തന്നിട്ടുണ്ട്? 2 × 10⁵ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഇ നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇനി സ്ട്രെസ് എന്താണെന്ന് അറിയില്ലല്ലോ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് ഇ എന്ന് പറഞ്ഞാൽ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? P/A ആണ്. ലോഡ് ബൈ ഏരിയ. ലോഡ് എത്രയാണ്? 20 ആണ് തന്നിട്ടുള്ളത്. ഏരിയ ഓഫ് ഒരു സർക്കിൾ അല്ലേ തന്നിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ, അതായത് സിലിണ്ടർ അല്ലേ തന്നിട്ടുള്ളത്, റോഡല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ഏരിയ πr² എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 20/π × 2². അപ്പോൾ ഈ 2ഉം ഒരു 2ഉം ക്യാൻസൽ ചെയ്തു 10, 5/π എന്ന് കിട്ടും. എന്ത്? സ്ട്രെസ്. ഈ സിഗ്മ എത്ര കിട്ടും? 5/π കിട്ടും. ഓക്കെ ആണോ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എഴുതിയത്? ആൻസർ 5/π കിട്ടും സിഗ്മ. ഇനി ഈ കിട്ടണമെങ്കിൽ Δl/L ചെയ്താൽ മതി. Δl എത്രയാ? ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഹൂക്സ് ലോ വെച്ചിട്ട് ചെയ്യാം. ഹൂക്സ് ലോ എന്താണ്? ഇ തന്നിട്ടുണ്ട് 2 × 10⁵ ആണ്. ആൻഡ് സ്ട്രെസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട് 5/π ആണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5/π × 2 × 10⁵ എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ആൻസർ വെച്ചിട്ട് നമുക്ക് Δl/L കണ്ടുപിടിച്ചൂടെ? അങ്ങനെ ആൻസർ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. അതായത് ആദ്യം അതൊരു ഇലാസ്റ്റിക് ബിഹേവിയറിൽ പോകും. ഒരു സെർട്ടൈൻ പോയിന്റിലെത്തുമ്പം OA ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് അറിയില്ലേ,
സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതാണ് ഇവിടെ QO എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിലാണ് പോണത്. അപ്പർ ഈൽഡ് സ്ട്രെസ് എന്ന് പറഞ്ഞ പോയിന്റിലെത്തുമ്പോൾ അതിന് ചെറിയൊരു ചെറിയൊരു ഇത് കാണിക്കും, ഡീവിയേഷൻ കാണിക്കും. പിന്നെ ലോവർ ഈൽഡ് സ്ട്രെസ്സാണ് C എന്ന് പറയുന്നത്. പിന്നെ അത് പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിട്ട് പോകാൻ തുടങ്ങും. അതിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ പോയിട്ട് പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിട്ട് ഈ ഒരു പോയിൻ്റാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിൻറ്റ്. ഈ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് തിരിച്ചിതാക്കാൻ പറ്റൂല. ആൻഡ് എത്തുമ്പോൾ അതെന്ത് ചെയ്യും, പൊട്ടിപ്പോകും. സോ ഒരു സാധനം നമ്മൾ വലിക്കുകയാണ്. അപ്പോൾ വലിച്ചിട്ട് മാക്സിമം കുറച്ച് വലിക്കുമ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് കട്ടാവും. അൺടിൽ ദ ഇലാസ്റ്റിക് ലിമിറ്റാണ് എന്ത്, ഹൂക്സ് ലോ. ഇവിടെ വരെ ഹൂക്സ് ലോ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ അത് പ്ലാസ്റ്റിക് ബിഹേവിയറെ കാണിക്കും. അപ്പോൾ ഒരു സർട്ടൈൻ ലിമിറ്റ് എത്തുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സാകും. ഇനി അതിനോട്ടൊരു സ്ട്രെസ്സ് കൊടുക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ അത് പൊട്ടിപ്പോവും. അതാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം കാണിക്കുന്നത്. ഓക്കെ, സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഡയഗ്രാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഡയഗ്രാമാണ്. ഇപ്പോൾ നിങ്ങൾ എത്ര ഇപ്പോൾ എന്താ പറയുക, മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ മാത്രമല്ല സ്ട്രക്ചറൽ അനാലിസിസിലും കുറേ സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ആവശ്യമുണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ ഇത് പഠിച്ചേക്കാം. അതായത് ഓരോരോ പോയിൻ്റ് ഏതാണ്. A എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റാണ്. B പറഞ്ഞ അപ്പർ ഈൽഡ് സ്ട്രെസ് പോയിൻറ്റും C ലോവർ ഈൽഡ് സ്ട്രെസ് പോയിൻറ്റും. പിന്നെ അങ്ങോട്ടൊരു പ്ലാസ്റ്റിക് റീജിയനാണ്. ഇതൊരു പ്ലാസ്റ്റിക് റീജിയനാണ്. ഇത് പ്ലാസ്റ്റിക് റീജിയൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റിലെത്തുകയും പിന്നെ അതിന് ഫ്രാക്ചർ സംഭവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത കുറച്ച് ടെർമിനോളജീസ് ആണ്. ഇലാസ്റ്റിക് ലിമിറ്റ്, സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫോഴ്സ് അപ് ടു വിച്ച് ഡിഫോർമേഷൻ എൻറ്റയർലി ഡിസപ്പിയേഴ്സ് ഓൺ ദ റിമൂവൽ ഓഫ് ഫോഴ്സ്. അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പം എത്ര മാക്സിമം ഫോഴ്സ് അപ്ലൈ ചെയ്ത് തിരിച്ചെടുക്കുമ്പോൾ ആ ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഡിഫോർമേഷൻ എത്തുന്നത് വരെ ആണെങ്കിൽ അത് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ദ മാക്സിമം സ്ട്രെസ് അറ്റൈൻഡ് ബൈ എ സ്പെസിമെൻ ബിഫോർ ഇറ്റ് റപ്ചർ. പൊട്ടുന്നതിൻ്റെ മുന്നേ ഉണ്ടാകുന്ന മാക്സിമം ഡിഫോർമേഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ്സിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി വർക്കിംഗ് സ്ട്രെസ് ഉണ്ട്. വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സേഫ് സ്ട്രെസ് വിച്ച് ഇസ് അലൗബിൾ ടു അണ്ടർടേക്കൺ ബൈ എ മെറ്റീരിയൽ ഇൻ ഡിസൈൻ. അതായത് ഒരു മെറ്റീരിയലിന് പറ്റാവുന്ന മാക്സിമം സേഫ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇലാസ്റ്റിക് ലിമിറ്റ് ടു വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയാം. അതായത് FOS ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് ബൈ, അല്ലെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നാണ് കൂടുതലും പറയുക. അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ കുറേ സ്ഥലത്ത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു പോർഷനിൽ പറയാനുള്ളത്. ബാക്കി ലൈക്ക് ആക്സൽ ഡിഫോർമേഷനും അങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള സംഭവം അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഗേറ്റ് 2025 നല്ലോണം ക്രാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.